പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു ചങ്ക് ഉണ്ടായിരുന്നു. ആ ചങ്കിന്റെ പേര് ഞാൻ പറയൂല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും. ഓക്കെ, ആ ചങ്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ ചങ്ക് എന്നോട് 10 രൂപ കടം ചോദിച്ചു. 10 രൂപ, വെറും 10 രൂപ. 10 രൂപ ചോദിച്ചപ്പോൾ പാവുണ്ടാവില്ലേ, ഞാൻ കൊടുത്തു. ഓക്കെ, 10 രൂപ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞ എന്നോട്, എടാ 10 റുപ്യേൻ്റെ ഷോർട്ട് ഉണ്ട്, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ മനസ്സ് കാണിച്ചിട്ട് ഞാൻ 10 രൂപ കൊടുത്തു. നീ പോയി കഴിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓനൊരു ലൈമങ്ങാൻ കുടിക്കായിരിക്കും, അല്ലെങ്കിൽ ലൈമും പപ്സും തിന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, അതിബുദ്ധിമാനായിട്ടുള്ള ഫ്രണ്ട്, ഓൻ പോയിട്ട് കോളേജിലെ ബാക്കി 9 പേരുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ 10 രൂപ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് 10 രൂപ വാങ്ങിച്ച അതേ ഫ്രണ്ട് ബാക്കി പലരുടെ അടുത്തും പോയിട്ട് 10 രൂപ വാങ്ങിച്ച്. ഓൻ മാത്സിൽ അഗ്രകണ്യനാ, മാത്സിൽ പൊളിയാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, പക്ഷെ പേര് ഞാൻ പറയൂല. ഓക്കെ, എൻ്റെ ചങ്കാണേ. 9 പേരെടുത്ത് നിന്ന് 10 രൂപ വാങ്ങിച്ചിട്ട് 90 രൂപയും കൊണ്ട് കണ്ണഞ്ചേരിയിലുള്ള നാസർ നിസാറിൽ 90 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടു. ഞാൻ അവിടെ പോയിട്ട് 45 രൂപയ്ക്ക് വെറും റൈസ് മാത്രം തിന്നുമ്പോൾ എൻ്റെ ചങ്ക് അവിടെ വന്നിട്ട് ഓർഡർ ചെയ്യുക ഏട്ടാ ഒരു ഫുൾ ബിരിയാണി. അത് ആലോചിച്ച് നോക്കണം എൻ്റെ അവസ്ഥ. ഓക്കെ, ബുദ്ധിമാനാണ്. എന്താ ചെയ്തത്? കോളേജിലെ 9 ആളെടുത്ത് പോയിട്ട് 10 രൂപ വെച്ച് കടം വാങ്ങിച്ചു. ആരെയും ചോദിക്കോ? 10 രൂപ ആണെങ്കിൽ 10 രൂപയൊക്കെ കടം വാങ്ങിച്ചു പോയാൽ ആരെങ്കിലും ചോദിക്കോ? ആരും ചോദിക്കൂല. ബുദ്ധിയാണ് സാറേ അവൻ്റെ മെയിൻ.